എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു സൂപ്പർ ഡ്രിങ്കാണ് കേട്ടോ. നമ്മുടെ തൊടിയിലൊക്കെ കാണുന്ന നിസ്സാരനെന്ന് കരുതപ്പെടുന്ന നമ്മുടെ ചെമ്പരത്തി ഉണ്ടല്ലോ, ഈ ചെമ്പരത്തി കൊണ്ട് അടിപൊളി ഒരു ചായ ഉണ്ടാക്കാം. ഈ ചെമ്പരത്തി നല്ല വൈറ്റമിൻ്റെ കലവറയാണ് കേട്ടോ. വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, അതുപോലെ ഫോസ്ഫറസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പുഷ്പമാണ് ചെമ്പരത്തി. അപ്പോൾ ഞാനിവിടെ ഒരു 5 പൂവ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പം ഈ 5 പൂവും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൂവ് നന്നായിട്ടൊന്ന് കഴിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതിൽ പ്രാണികളും പൊടികളൊക്കെ നന്നായിട്ട് പോകണം. ഇത് നമ്മുടെ പൂ ഇട്ടതിന് ശേഷം അധികം തിളപ്പിക്കരുത്. 1 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നത് നമുക്കിവിടെ കാണാം. നല്ല വയലറ്റ് കളറിലേക്ക് നമ്മുടെ വെള്ളം മാറിയിട്ടുണ്ട്. കടും വയലറ്റ് കളറിലേക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട്. നമ്മുടെ ചെമ്പരത്തിയുടെ ആ സത്തെല്ലാം അതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ഗ്ലാസ്സിലേക്ക് ഇതിനെ അരിച്ചൊഴിക്കാം. ചായ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ഉന്മേഷവും ആരോഗ്യത്തിനൊക്കെ ഉത്തമമായിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് നമ്മുടെ ചെമ്പരത്തി ചായ. അപ്പോൾ നമ്മളിതെല്ലാം അരിച്ചെടുത്തു. ഇനി താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കായോ ഇഞ്ചിയോ ഒക്കെ ഇതിലേക്കിട്ട് ആഡ് ചെയ്ത് തിളപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് വ്യത്യാസമായിട്ടിരിക്കും. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നാരങ്ങാനീര് ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല കടും ചുവപ്പ് കളറിലേക്ക് ഇത് മാറും. അപ്പം 3ലേക്കും നമുക്ക് അല്പാൽപ്പം ഒരു 5 മില്ലി വെച്ച് ചെറുനാരങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ഏകദേശം ഒരു 5 മില്ലിയോളം ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല കടും ചുവപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഷുഗർ പേഷ്യൻ്റൊക്കെയാണ്, മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ചെറുതേനോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ അല്പം മധുരമാണ്, പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ള ഉന്മേഷം നൽകുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ചെമ്പരത്തി ചായ. അപ്പോൾ ചെമ്പരത്തി ഇല്ലാത്ത വീടുകളുണ്ടാവില്ല. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചെമ്പരത്തി ഒട്ടുമിക്കവരുടെയും വീടുകളിലുണ്ട്. അപ്പം നിങ്ങൾ ഈ ചെമ്പരത്തി ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചായ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയും അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.